സംസ്ഥാനത്ത് ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെയാണ് നിരോധനം നിലനിൽക്കുക. ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. മത്സ്യങ്ങളുടെ പ്രജനന സമയത്താണ് ഈ നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ കാലത്ത് മുട്ടയിടാറായ മത്സ്യങ്ങൾ തീരങ്ങളിൽ കൂടുതലായി കാണപ്പെടാറുണ്ട്. ഈ സമയത്ത് വൻതോതിൽ മത്സ്യബന്ധനം നടത്തിയാൽ മുട്ടയിടാറായ മത്സ്യങ്ങൾ കൂടുതലായി വലയിൽ കുടുങ്ങുകയും അടുത്ത തലമുറ മത്സ്യക്കുഞ്ഞുങ്ങൾ ജനിക്കാതെ പോവുകയും ചെയ്യും. ഇത് തുടർന്നാൽ കാലക്രമേണ കടലിലെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുകയും ചെയ്യും. ഇതാണ് ഈ സമയത്ത് ട്രോളിംഗ് നിരോധിക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനം. കേരള കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രിയുമായ TU കുരുവിള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കോതമംഗലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2006-ലും 2011-ലും അദ്ദേഹം നിയമസഭയിലെത്തി. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് പുറമെ റബ്ബർ ബോർഡ് അംഗം, സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ചെയർമാൻ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. നിയമസഭയിലെ ചട്ടലംഘനത്തിൽ തെറ്റുപറ്റിയെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ഖേദം പ്രകടിപ്പിച്ച DGP സ്പീക്കർക്ക് വിശദീകരണം നൽകി. നടപടിക്രമങ്ങളിലെ ധാരണക്കുറവാണ് തെറ്റുപറ്റാൻ കാരണമെന്നും DGP വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യമായി സംഭവിച്ചതിനാൽ നടപടി ഉണ്ടാകില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിനായി എത്തിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കൊപ്പം DGP റവാഡ ചന്ദ്രശേഖർ നിയമസഭയ്ക്കുള്ളിൽ പ്രവേശിച്ചത് ചട്ടലംഘനമാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ DGP സഭാതലത്തിൽ പ്രവേശിച്ചതിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനും വിമർശത്തിനും കാരണമായിരുന്നു. DGPയുടെ നടപടി ചട്ടലംഘനമാണെന്നും പരിശോധിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച വയോധികൻ മരിച്ചു. തിരുവള്ളൂർ സ്വദേശി ചിരിക്കണ്ടോത്ത് ഇബ്രഹാം കുട്ടിയാണ് കോഴിക്കോട് DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായാണ് വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കെയാണ് മരണം. ഇന്ന് രാവിലെ 10:30-ന് സുധീർ കുമാറിന്റെ വീട്ടിലെത്തിയ ഇബ്രാഹിം പെട്ടെന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടിയാണ് തീയണച്ചത്. അമ്മയിലെ തമ്മിലടി നിയമ പോരാട്ടത്തിലേക്ക്. തൃപ്പൂണിത്തറ SI രേഷ്മയ്ക്കും നടി ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നടി അൻസിബ ഹസൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. അതിനിടെ തൊഴിൽ പീഡന പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി അമ്മ മുൻ മാനേജർ അതുല്യയും പരാതി നൽകി. വ്യാജ പരാതി നൽകി തന്നെ 3 മണിക്കൂറിലധികം സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചു എന്നുമാണ് അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. തൃപ്പൂണിത്തറ SI രേഷ്മയും നടി ലക്ഷ്മിപ്രിയയും ഗൂഢാലോചന നടത്തിയാണ് വ്യാജ കേസ് ഉണ്ടാക്കിയതെന്നും അതിൽ അപമാനം നേരിട്ട തനിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും പരാതിയിൽ പറയുന്നു.